Hi everybody. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ സ്പോക്കൺ മോഡുണ്ട്, റിട്ടൺ മോഡുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യണം. സോ ദാറ്റ് പീപ്പിൾ ബിക്കം effective senders and receivers. Productive communication necessary ആയ സ്കില്ല് സ്പീക്കിങ്ങും റൈറ്റിംഗും ആണ്. ലിസണിങ്ങും റീഡിങ്ങും റിസെപ്റ്റീവ് സ്കിൽസ് ആണ്. ഫസ്റ്റ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ലിസണിങ്. ഇപ്പൊ ലിസണിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാവുന്നത്? നമ്മളിൽ ചിലർക്ക് മാത്രമേ നന്നായിട്ട് ലിസൺ ചെയ്യാനുള്ള കഴിവുള്ളൂ. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്, ആ ഫ്രണ്ട് നമ്മൾ സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കോൺവെർസേഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. ആ മെസ്സേജ് പ്രോപ്പറായിട്ട് കൺവേ ആവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലോ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആക്റ്റീവായിട്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ, അല്ലേ? വെറുതെ അത് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. പിന്നെ അക്കാഡമിക് ലൈഫിലാണെങ്കിൽ നമ്മൾ ലൈവ് ടോക്സ് ഒക്കെ കേൾക്കാറുണ്ട്, ടെലിവിഷനിൽ, റേഡിയോയിൽ, പിന്നെ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. നമ്മൾ ഈ ഓഡിയോ ഒക്കെ കേൾക്കുന്നതിന്റെ പർപ്പസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷന് സെർച്ച് ചെയ്യാണ്, ഫാക്ട്സിന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റ് ആയിരിക്കും ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫാക്ട്സ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെതർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും റേഡിയോ ടെലിവിഷനെല്ലാം ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ വി സിറ്റ് ഇൻ ക്ലാസ്സസ് ആൻഡ് ലിസൺ ടു ലെക്ചേഴ്സ്. അങ്ങനെയുള്ള കേസുകളിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെക്ചേഴ്സ് ക്ലിയർലി. ലിസണറും സ്പീക്കറും കോമൺ ലാംഗ്വേജ് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യം ആണ്. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ലെക്ചർ നന്നായിട്ട് പോകണമെങ്കിൽ ദ ലിസണർ ഷുഡ് നോട്ട് ബി ബോർഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ് ഓർ ഡിസ്റ്റർബ്ഡ്. പിന്നെ ഒരു ആക്റ്റീവ് ലിസണർ ആണെങ്കിൽ ആ ലെക്ചറിനിടയിൽ നോട്ട്സ് തീർച്ചയായും ടേക്ക് ഡൗൺ ചെയ്തിരിക്കും. അപ്പം അങ്ങനെ നോട്ട്സ് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് കീപ് ആർ അറ്റൻഷൻ ഫ്രോം വാണ്ടറിങ് അവേ. പിന്നെ ഇഫക്റ്റീവ് ലിസണർ ചെയ്യുന്ന ഒരു കാര്യം, ദേ ഡു റിസർച്ച്. ഒരു ഇഫക്റ്റീവ് ലിസണർ ലെക്ചേഴ്സിന്റെ ഇടയിൽ അവർ പ്രീവിയസ്ലി ആ ഡേ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടുപിടിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ അവർ നോട്ട്ബുക്കും പേനയും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും ടു ടേക്ക് നോട്ട്സ്. അപ്പോൾ ലെക്ചറിനിടയിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. പിന്നെ അതേപോലെ ഫോക്കസ് ഓൺ ദ ടോപ്പിക് ദാറ്റ് ഇസ് ബീയിങ് ടേക്കൺ. ലിസൺ ഫോർ സ്പെസിഫിക് തിങ്സ്, ഒരു ഓപ്പൺ മൈൻഡോട് കൂടെ. പിന്നെ പ്രീവിയസ്ലി അക്വയർഡ് നോളജ് റീകളക്ട് ചെയ്യുക. ട്രൈ ടു കോംപ്രിഹെൻഡ് ദി ലെക്ചർ. പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ലാംഗ്വേജിൽ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കുക. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഫ്യൂച്ചറിൽ നമുക്കത് റെഫർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ന്യൂ ടേംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. പിന്നെ മൈൻഡ് മാപ്സ് യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ്സ് റിമെമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് വായിക്കുക. ഈ സ്റ്റെപ്സ് എല്ലാം നമ്മളൊരു ആക്റ്റീവ് ലിസണർ, അക്കാഡമിക് ലൈഫിൽ ഒരു ആക്റ്റീവ് ലിസണർ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു ക്ലാസ് റൂം ലെക്ചറിന്. അപ്പൊ ഇവിടെ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് വാട്ട് എ സൊണറ്റ് ഇസ്. ഇപ്പോൾ സൊണറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആൻഷ്യന്റ് പോയറ്റിക് ഫോം. ഇറ്റാലിയൻ പോയറ്റിക് ട്രഡീഷനിലാണ് അതിന്റെ റൂട്ട്സ് ഉള്ളതെന്നൊക്കെ ഇവിടെ ടീച്ചർ പറയുന്നുണ്ട്. സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ്, ഡു യു നോ any sonneteers, right? Do you know any poets who wrote sonnets? So the student is saying that yes, they do know John Milton. അപ്പോൾ ടീച്ചർ അത് ആ സ്റ്റുഡൻറ്റിനെ പ്രൈസ് ചെയ്തുകൊണ്ട്
ഒരു എക്സാമ്പിൾ പറയാണ് മിൽട്ടൺ എഴുതിയൊരു സോണറ്റിൽ. അപ്പോൾ ഇൻ ദിസ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ നമുക്ക് കാണാൻ പറ്റും ആ ടീച്ചർ സ്റ്റുഡൻറ്റും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻറ്റ് ടീച്ചർ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ്റ് ഒരു ആക്റ്റീവ് ലിസണർ ആണ്. ഇപ്പോൾ ഒരു കോൺവെർസേഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് മാർക്സ് യു ആസ് ആൻ ഇഫക്റ്റീവ് ലിസണർ. അപ്പോൾ സ്റ്റുഡൻറ്റിന് തൻ്റെ പ്രീവിയസ് നോളജ് കേസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി അബൌട്ട് സോണറ്റ്സ് ആൻഡ് സോണറ്റിയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ കോൺവെർസേഷൻസ് കേട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരാറുണ്ട്. അപ്പോൾ വി മൈറ്റ് ഹാവ് കോൺവെർസേഷൻസ് വിത്ത് a boss. Our boss might give us orders regarding what to do. പിന്നെ അതേപോലെ we might exchange information, personal conversations, classroom discussions, conferences, seminars, etc. etc. Personal conversationsലായാലും active listening important ആണ്. Active listening is not something that is limited to professional conversations. പിന്നെ നമ്മളൊരു പാസീവായിട്ട് ഉള്ളൊരു ലിസണർ ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആയിരിക്കില്ല ടു ഹാവ് കോൺവെർസേഷൻസ് വിത്ത്. പീപ്പിൾ വുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഹാവിങ് കോൺവെർസേഷൻസ് വിത്ത് എ പാസീവ് ലിസണർ. ലൈക്ക് നമുക്കിപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലൊന്നും മറുപടി പറയാത്ത ഒരാളോട് ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലേ? പിന്നെ നെക്സ്റ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിംഗ് ആൻഡ് ലിസ്ണിംഗ്? നമ്മൾ എപ്പോഴും എന്താണ്, വി ഹിയർ ഓൾ ദ സൗണ്ട്സ് ക്രിയേറ്റഡ് ബൈ ദ സ്പീക്കർ, അല്ലേ? ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു അക്ഷരം മനസ്സിലായിരിക്കും, നമ്മൾ പറയുന്ന എല്ലാം കേൾക്കും, അല്ലേ? നമ്മൾ സ്പീക്കർ പറയുന്നത് ഡീകോഡ് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ നമുക്ക് ഒരു ആക്റ്റീവ് ലിസണർ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ലിസണർ എന്ന് പറയുമ്പോൾ they do more than just hearing. Good listening is linked with the retrieval of information. So let's look at the factors which affect active listening. One, obviously the listener should be very interested in the conversation. The topic being discussed should be relevant to the listener as well. Pinne, the speaker should be very competent. The verbal competence of the speaker is extremely important. അവർക്ക് ലാംഗ്വേജിന്റെ യൂസിൽ എക്സ്പെർട്ടീസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അട്ടറൻസ് ഇറ്റ് മൈറ്റ് ഇമ്പാക്ട് ദി എബിലിറ്റി ഓഫ് ദ ലിസണർ ടു ഫോളോ ദി ആർഗ്യുമെന്റ്. പിന്നെ ഹെസിറ്റേഷനും പോസസും എല്ലാം ക്വാളിറ്റി ഓഫ് ലിസണിങ്ങിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. പിന്നെ ലിസണറിന്റെ ഡിസ്ട്രാക്ഷൻസിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി, അത് എത്ര സമയം ലിസണർക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കും. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന്റെ സ്പീഡ് മോഡറേറ്റ് ആയിരിക്കണം. അത് ലാഗ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ പോകാനും പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ലിസണർ വുഡ് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. പിന്നെ ജാർഗണും കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നോട്ട് എവറിബഡി വുഡ് ബി ഫെമിലിയർ വിത്ത്. അപ്പൊ ലിസണർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ദി കോൺവെർസേഷൻ. പിന്നെ ലിസണർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് നമ്മൾ മുന്നേ ധരിച്ചു വെക്കുന്നത് നമ്മുടെ കോൺവെർസേഷൻ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരാൾക്ക് അറിയണമെന്ന് ഇല്ല. അങ്ങനെ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് മൈറ്റ് ലീഡ് ടു മിസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ the difference between the capacity of speaking and listening, അതും quality of effective listening-നെ ബാധിക്കും. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് is considered a language for global communication, a global communicative language. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി സംസാരിക്കണമെങ്കിൽ ടെക്നിക്കൽ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നെസസറിയാണ്.
നമ്മുടെ ഒരു കമ്മ്യൂണിക്കേറ്ററുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഇൻ ദി എബിലിറ്റി ടു സ്പീക്ക് എ ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. സ്പീക്കിങ്ങിന് റൈറ്റിങ്ങിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ് ആവശ്യമായിട്ട് ഉള്ളത്. എ ഗുഡ് ലിസണർ ക്യാൻ ഈസിലി ബി എ ഗുഡ് സ്പീക്കർ. ഒരു മെസ്സേജ് ക്ലിയർലി പാസ് ചെയ്യണമെങ്കിൽ സ്പീക്കർ ഫുള്ളി അവെയർ ആയിരിക്കണം ദ പർപ്പസ് ആൻഡ് ദി ഫങ്ഷൻ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യണം. സ്പീക്കർ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹിസ് പർപ്പസ് ടു ദ ലിസണർ, ദ കമ്മ്യൂണിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനിലേക്ക് റിട്ടേൺ ചെയ്യാം. വൈ ഡു വി കമ്മ്യൂണിക്കേറ്റ്? നമ്മൾ എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ, അല്ലേ? നമ്മുടെ പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ, പിന്നെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഫ്യൂച്ചർ പ്ലാൻസ് ഷെയർ ചെയ്യാൻ, പിന്നെ നമ്മുടെ ഒപ്പീനിയൻ പ്രസന്റ് ചെയ്യാൻ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ട്, പിന്നെ ഡൗട്ട്സ് ചോദിക്കാനായിട്ട്, പ്രോഡക്ട്സ് സെൽ ചെയ്യാനായിട്ട്, പെർമിഷൻ കൊടുക്കാനായിട്ട്, താങ്ക്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ആൾക്കാരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് സോ ഓൺ. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷന്റെ പർപ്പസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസിനെ 4 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വേസീവ് ആൻഡ് ഇന്റഗ്രേറ്റീവ്. ഇവിടെ ടേബിളിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സി ഇൻഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ്, കൺവേയിങ് പേഴ്സണൽ ഇൻഫർമേഷൻ, പിന്നെ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, കമന്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, പിന്നെ ഒപ്പീനിയൻ ആൻഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് അബൌട്ട് പ്ലേസസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ. പിന്നെ ഇൻസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡയറക്ഷൻസ് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുക, കമാൻഡ്സും ഓർഡേഴ്സും കൊടുക്കുക. പിന്നെ പെർസ്വേസീവ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ്, പിന്നെ ഗുഡ്സും സർവീസസും സെല് ചെയ്യുക, പിന്നെ റീസണിങ്, സജഷൻസ്, പിന്നെ റീസൺസ് കൊടുക്കുക, ആൾക്കാരെ കൺവിൻസ് ചെയ്യുക. പിന്നെ ഇന്റഗ്രേറ്റീവ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത്, അഡ്വൈസ് കൊടുക്കുന്നത്, എൻക്വയറീസ് കൊടുക്കുന്നത്, സിമ്പതി എക്സ്പ്രസ് ചെയ്യുന്നത്, കോംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നതെല്ലാം. പിന്നെ സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈമറി സ്കിൽ ദാറ്റ് വൺ നീഡ്സ് ടു അക്വയർ. നമ്മൾ സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഫ്ലുവൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാളിറ്റിയാണ്. നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ക്വാളിറ്റിയാണ്. സ്പീക്കിങ്ങിനെ നമുക്ക് ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സ്പീച്ചിൽ അദ്ദേഹം ടെൻസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിളിനെ പ്രോപ്പർ വേർഡ്സ് ഉപയോഗിച്ച് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ സ്പീച്ച് ഈവൻ നൗ. ഇപ്പൊ നമ്മളെല്ലാവരും ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവണമെന്നില്ല, who can inspire masses. However, നമ്മൾ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ വി ഇന്ററാക്ട്. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതായത് ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ആൻഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. പിന്നെ യു ഹാവ് ടു ബിഗിൻ വെൽ, വാട്ട് വി ആർ സ്പീക്കിംഗ് അബൌട്ട്, യു ഹാവ് ടു ബിഗിൻ ഇറ്റ് വെൽ. നമ്മൾക്ക് പറയുന്നത് കേൾക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ തുടങ്ങണം. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്നുള്ളത് നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് സ്വിച്ച് ചെയ്യണം. പിന്നെ ബി സ്പോണ്ടേനിയസ്, നോ വൺ ലൈക്സ് എ റിഹേഴ്സ്ഡ് മോണോട്ടോൺ സ്പീച്ച്. പിന്നെ അതുപോലെ തന്നെ ലിസൺ ചെയ്യുക, ഫീഡ്ബാക്കിനോട് റെസ്പോണ്ട് ചെയ്യുക, പിന്നെ നീറ്റായിട്ട് കോൺവെർസേഷൻസ് എൻഡ് ചെയ്യാം. Now let us look at examples of certain conversations. അപ്പോൾ ഇവിടെ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള
കോൺവെർസേഷൻസ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ബാബു ആൻഡ് അശ്വിൻ. സോ like Ashwin is tired and Babu is asking if he's okay, and Ashwin saying not a big deal. He just spent all night watching movies, so he just feels sleepy. പിന്നെ ഒരു ഓഫീസ് കോൺവെർസേഷൻ കാണാം. അവിടെ നിധിയും ആരെയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ അവിടെ they are greeting each other and Arya is addressing Nidhi as ma'am. So it feels like Nidhi is Arya's superior. And Nidhi is asking if Arya has completed the report, and Arya is saying yes, she did. And Nidhi is giving instructions, right? Make sure you give your client the information regarding the completion of the project. And Arya is saying, of course, she will draft an email once it has been approved by Nidhi, and that she will forward the same to the client. And she's asking if she can come to Nidhi's office at around 2. And Nidhi says, of course, that would work, and that she would read the report and we will discuss it. And they are just concluding the conversation by wishing each other a good day. Now, which of these is formal and which of these is informal? Friends in തമ്മിലുള്ള conversation informal ആണ് അല്ലേ? ഓഫീസ് കോൺവെർസേഷൻ ഫോർമൽ ആണ്. അപ്പൊ ഇതില് പരസ്പരം അവരെ അഡ്രസ് ചെയ്യുന്ന രീതി കേട്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ലൈക്ക് ഗ്രീറ്റ് them politely. അല്ലെ? ദാറ്റ് would begin the conversation in a good manner. പിന്നെ അതേപോലെ it would help to set up a functional and effective communication. There are certain criteria to follow regarding how you greet people. നമ്മൾ എപ്പോഴാണ് അവരെ മീറ്റ് ചെയ്യുന്നത്, എന്താണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ എന്താണ് ഒക്കേഷൻ, പിന്നെ അത് ഫോർമൽ സിറ്റുവേഷൻ ആണോ ഇൻഫോർമൽ സിറ്റുവേഷൻ ആണോ. And now let's take a look at some phrases, both formal and informal regarding greeting. അപ്പോൾ ഫോർമൽ നമുക്ക് നോക്കാം, ലൈക്ക് ഗുഡ് മോർണിംഗ്, good afternoon, good evening. Starting a conversation, how do you do, how are you? And responses, how do you do, fine, thank you. Regarding informal conversation, hello, hi, hey. For starting a conversation, what's up, how have you been? Responses, nothing much, good. It's not just important to begin a conversation well, but also to end it well. So formal conversation, thank you, see you later, good day, good night, okay, acceptable ആണ്. Informal ആണെങ്കിൽ you can just say bye or nice talking to you. ഈ closing remarks, they show that the conversation has ended properly, so that there are no awkward pauses or anything, and that people are free to leave. പിന്നെ നമ്മൾ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യേണ്ടതും വിഷ് ചെയ്യേണ്ടതുമായ സിറ്റുവേഷൻസ് എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ വരാം. ഇപ്പൊ സം ഫ്രേസസ് ആൻഡ് വേർഡ്സ് നമുക്ക് ആ ഒക്കേഷൻസിൽ യൂസ്ഫുൾ ആയിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്, വെൽ ഡൺ, ഗുഡ് ലക്ക്, വെൽക്കം ടു അവർ ടീം, ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ ഇവിടെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മൈ നെയിം ഇസ് സോ ആൻഡ് ഐ ആം ഫ്രം ദിസ് പ്ലേസ്. പിന്നെ I would like to introduce myself. I am. പിന്നെ hi, I am Jess. So just simply say your name. പിന്നെ ചില ഒക്കേഷൻസിൽ നമുക്ക് വേറെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ you can use something like I feel privileged to introduce our mayor to the function. അപ്പോൾ ചില യൂസ്ഫുൾ ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. I would like to introduce Matthew from England. Here is Matthew from England. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരും. ആൾക്കാരോടൊപ്പം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമോന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻസ് വരും. നമ്മൾ പൊളൈറ്റ് ആയിട്ട് അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പീപ്പിൾ മൈറ്റ് തിങ്ക് യു ആർ ബീയിങ് റൂഡ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും കൈൻഡ് ആയിട്ട് സ്പീക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ആക്ഷൻസും കൈൻഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
Informal communicationന്റെ കേസിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ചോദിക്കുമ്പോൾ യു ക്യാൻ use phrases like, can you come with me please? Could you help me solve the math problem? പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുഡ് ക്യാൻ പോലെയുള്ള ഓക്സിലറി വേർബ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വുഡ് യു മൈൻഡ് പ്ലസ് വേർബ് പിന്നെ ING ഫോമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഫോർ എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ഷട്ടിംഗ് ദ വിൻഡോ. ഇത് ഫോർമൽ വേ ഓഫ് റിക്വസ്റ്റിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇവിടെ ചില ഫ്രേസസ് അതിന്റെ റെസ്പോൺസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻ യു കം ഹിയർ, കുഡ് യു കം ഹിയർ, ഡു യു മൈൻഡ് കമ്മിങ് ഹിയർ, വുഡ് യു മൈൻഡ് കമ്മിങ് ഹിയർ പ്ലീസ്. പിന്നെ അതിനോട് റെസ്പോൺസ് ആയിട്ട് യെസ് ഓഫ് കോഴ്സ്, സർട്ടൻലി, റൈറ്റ് അവേ, ഇൻ എ മിനിറ്റ്, ഷുവർ, ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ അതൊക്കെ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ റിക്വസ്റ്റ് ടേൺ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. ആ കേസിൽ നമുക്ക് you can politely turn down them by saying, oh, I'm sorry, I can't എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ I'm afraid I can't because എന്നൊക്കെ പറഞ്ഞുകൊണ്ട് you can turn down requests. Next, let's move on to reading. Reading എന്ന് പറയുന്നത് it's also a very important part of our everyday life. നമ്മൾ ന്യൂസ്പേപ്പേഴ്സ്, അഡ്വർടൈസ്മെന്റ്സ്, ചാർട്ട്സ്, ലെറ്റേഴ്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ റീഡ് ചെയ്യാറുണ്ട്. So here's a poem titled Stopping by Woods on a Snow Evening by Robert Frost. So it talks about the poet walking and then stopping by the woods. And it is a beautiful poem. You can see how the poet has expressed how beautiful the woods are, how charming they are, how he's drawn to them. And there are a few questions for us to answer. Where did the speaker stop? Of course, by the woods. And who shook the harness bells? And why? So you can see here the darkest evening of the year. He gives his harness, bells a shake. And it is his little horse who finds it curious that the poet stopped between the woods and the frozen lake during the darkest evening of the year. And the last question is, why did the poet decide to move on despite the woods being lovely, dark and deep? അപ്പോൾ ഇവിടെ ലാസ്റ്റ് പോയിട്ട് പറയുന്നുണ്ട്, the woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep, and miles to go before I sleep, because he can't just afford to stop and enjoy, no matter how drawn he is to the woods, because he has many more things to do. He has to move on with his life. And now we can see here the example of reading prose, and it is a short story called The Cockroach. And it shows how, a simple cockroach in a meal turns into a bureaucratic nightmare. So you can see that a guy found a cockroach in his salad. And the first question you're asked about this part is that, why didn't the customer accept that the cockroach falling into the salad was an accident? Here you can see that the customer says, I'm not sure it's an accident. If the cockroach
If the cockroach would have strayed from its pack and wandered to the kitchen and fell into the salad, that would have been an accident. It's obvious that the cockroach was dead before it fell into the salad, and the body shows no sign of struggle. So basically, it's just people who are refusing to listen to reason. And you can see that, more and more people are called in, right? The manager is called in, the minister is called in, the president is called in. So it turns into a bureaucratic nightmare, and the problem is solved. When is the problem solved? The general just says, "Oh, an olive and just eats the cockroach." So now let's talk about the method of reading. Reading എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ലാംഗ്വേജ് റീഡിങ്ങിൽ, ലാംഗ്വേജ് ലേണിംഗിൽ. ആൾക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും പറ്റണം എന്നുള്ളത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ലേണിംഗ്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എഡ്യൂക്കേഷന്റെ വലിയൊരു ഭാഗമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പോയം ആയാലും ഷോർട്ട് ഫിക്ഷൻ ആയാലും നമ്മൾ ആദ്യം ശ്രമിക്കുന്ന എന്താണ്? വാക്കുകളുടെ മീനിങ് മനസ്സിലാക്കാനാണ്, പിന്നെ അണ്ടർലൈൻ മെസ്സേജ് മനസ്സിലാക്കാനാണ്. നമ്മുടെ ലാംഗ്വേജിൽ പ്രൊഫഷൻസി അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് കോംപ്രിഹെൻഷനിൽ നിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ കോഡഡ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഒരു പോയത്തിന്റെ ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് അതിന്റെ സിംബലിസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് അതിന്റെ സ്ട്രക്ചറൽ മീനിങ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഐഡിയാസും തോട്ട്സും പിന്നെ അതേപോലെ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വായിച്ച് നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് തോട്ട്സും ഐഡിയാസും ടെക്സ്റ്റിന്റെ സ്ട്രക്ചറൽ മീനിങ്ങുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് റീഡിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഒരു പോയം വെറുതെ വായിക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഹാർഡ് ഓഫ് എ തിങ്. പക്ഷെ അത് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനുമായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കും ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്റൻഡഡ് മീനിങ് ഇൻ ഇറ്റ്സ് എൻറ്റയർറ്റി. അപ്പൊ അതിലെ നുവാൻസസ്, വേരിയസ് കോണ്ടെക്സ്റ്റുകൾ, സബ് ടെക്സ്റ്റ് എല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് എഫേർട്ട് ആവശ്യമാണ്. റീഡിംഗ് എന്ന് പറയുന്നത് it is a skill that needs to be taught, it's a skill that needs to be nurtured. അതൊരു വിഷ്വൽ പ്രോസസ് ആണ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ അവർ മൈൻഡ്. പിന്നെ നമ്മുടെ റീഡർ എന്ന രീതിയിലുള്ള നമ്മുടെ കേപ്പബിലിറ്റീസിനെ വി ക്യാൻ ജഡ്ജ് ഇറ്റ് ബൈ ദി ഫോളോയിങ് ഫാക്ടർ. നമ്മുടെ റീഡിങ്ങിന്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് പ്രൊഫിഷ്യൻസി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോളജിനെല്ലാം അനുസരിച്ചാണ്. എഫിഷ്യന്റ് റീഡർ എന്ന് പറയുന്നത് ഹാസ് എ പേർപ്പസ് ടു റീഡ്, പിന്നെ അതുപോലെ തന്നെ വായിക്കുന്നത് കോംപ്രഹെൻഡ് ചെയ്യും, പിന്നെ ആ വായിച്ചത് റിമെമ്പർ ചെയ്യും. പിന്നെ അതുപോലെ ഒരു ഗുഡ് വൊക്കാബുലറി ഇറ്റ് ഹെൽപ്സ് us ടു റീഡ് ഫാസ്റ്റ് ആൻഡ് കോംപ്രഹെൻഡ് ഈസിലി. പിന്നെ ഇതൊക്കെയാണ് റീഡിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ആൽഫബറ്റിക്സ്, കോംപ്രഹെൻഷൻ, വൊക്കാബുലറി ആൻഡ് ക്യൂരിയോസിറ്റി. പിന്നെ റീഡിംഗ് ക്യാൻ ബി സൈലന്റ് ഓർ ലൗഡ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം വായിക്കുമ്പോൾ ഇറ്റ് വുഡ് പ്രോബബ്ലി ബി സൈലന്റ്. ആൻഡ് when you read aloud it would be oral reading. ന്യൂസ് റീഡേഴ്സ് ഓറൽ റീഡിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു പേജോ അല്ലെങ്കിൽ ഡാറ്റയോ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി വായിക്കുന്നതിന് നമ്മൾ സ്കാനിങ് എന്ന് വിളിക്കും. സ്കിമ്മിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വിക്ലി റണ്ണിങ് ഓവർ ദ ടെക്സ്റ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ റീഡിംഗ് പ്രോബ്ലംസ് ഓവർകം ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് യു ഹാവ് ടു പ്രാക്ടീസ്. പിന്നെ അൺഫെമിലിയർ വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യുക, പിന്നെ ലിറ്ററൽ ആൻഡ് കോണ്ടെക്സ്ച്വൽ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പിന്നെ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ടീച്ചറുടെയോ ഹെൽപ്പോടുകൂടെ അണ്ടർസ്റ്റാൻഡ് അൺഫെമിലിയർ വേർഡ്സ്. പിന്നെ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യാം.
Now, writing and documenting എന്ന് പറയുന്നത് it is used to record things for ever. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്താ പറയാ ഒരുപാട് നാളത്തേക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റെക്കോർഡ് ഇറ്റ് ത്രൂ റൈറ്റിംഗ് ആൻഡ് documentation. So these are the steps involved in the writing process: pre-writing, drafting, revising, editing, and publishing. For language എന്ന് പറയുന്നത് it is a storehouse of knowledge. അപ്പോൾ writing is an act of combining symbols into meaningful words and sentences. Symbols എന്ന് പറയുന്നത് certain conventions അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് വേർഡ്സ് ഫോം ചെയ്യുന്നത്. ഈ വേർഡ്സ് എന്ന് പറയുന്നത് തോട്ട്സും എക്സ്പ്രഷൻസും മീനിങ്ഫുൾ ഫോമിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഗുഡ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി ആൻഡ് ഈസ്. ത്രൂ ഇറ്റ് ദ മെസ്സേജ് വുഡ് ബി കൺവേഡ് ക്ലിയർലി, ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗും പ്രാക്ടീസും നമ്മളെ ഒരു പ്രൊഫഷൻ റൈറ്ററായിട്ട് മാറ്റും. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ്സ് ഡൈനാമിക്. പിന്നെ വേർഡ്സ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ആവാം, ടൈപ്ഡ് ആവാം. പിന്നെ സ്പെല്ലിംഗ്, രണ്ട് കേസിലും സ്പെല്ലിംഗ് പ്രോപ്പർ ആയിരിക്കണം, പ്രോപ്പർ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യണം. ഹാൻഡ് റിട്ടൺ കോപ്പി റീഡബിൾ അല്ലെങ്കിൽ മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിങ്സ് മിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ റോങ് ആണെങ്കിൽ മീനിങ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ടെക്സ്റ്റിന്റെ ടോണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പങ്ക്ച്വേഷൻസ് അതുപോലെ തന്നെ കറക്റ്റ്ലി പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ മീനിങ്സ് മിസ്റീഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റൈറ്റിംഗ് ലെജിബിളും ലോജിക്കലും ആയിരിക്കണം. പിന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് അഡ്രസ്സസ് എ ലാർജർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ദാൻ ഫേസ് ടു ഫേസ് ഓർ ടെലിഫോണിക് കോൺവെർസേഷൻ. പിന്നെ പ്രയർ നോളജും എക്സ്പെർട്ടീസ് ഇൻ വൊക്കാബുലറി ആവശ്യമാണ് ഫോർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഫിഷ്യന്റ് ആവാൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് റൈറ്റിംഗിന് ആവശ്യമുള്ള സ്റ്റെപ്സ്: പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർഗനൈസിംഗ് യുവർ ടോപ്പിക്, ബ്രെയിൻ സ്റ്റോമിംഗ് ഐഡിയാസ് ആൻഡ് കളക്ടിംഗ് ഡാറ്റ. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ റഫ് കോപ്പി, അറേഞ്ചിങ് യുവർ ഐഡിയാസ് ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. പിന്നെ റിവൈസിംഗ് എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് യുവർ റൈറ്റിംഗ്, ചെക്ക് യുവർ വൊക്കാബുലറി ആൻഡ് സ്പെൽ ചെക്ക്. Editing എന്ന് പറയുന്നത് പ്രൂഫ് റീഡിംഗ് യുവർ വർക്ക്, മേക്ക് ഷുവർ യുവർ റിട്ടൺ ഡോക്യുമെന്റ് ഇസ് ഒറിജിനൽ, നോ പ്ലേജറൈസിംഗ്. ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ക്ലീൻ ആൻഡ് ഫൈനൽ കോപ്പി. പിന്നെ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു റൈറ്റിംഗ് സെന്റൻസസ്. ഇപ്പൊ റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് സെന്റൻസസ് എന്ന് പറയുന്നത്. അത് വേർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അക്കോർഡിംഗ് ടു സർട്ടൻ ഗ്രാമാറ്റിക്കൽ റൂൾസ്. സെന്റൻസ് എന്ന് പറയുന്നത് they are used to express your thought in the form of a statement. അത് റിക്വസ്റ്റ് ആവാം, ക്വസ്റ്റ്യൻ ആവാം, കമാൻഡ് ആവാം, ഒരു ഇമോഷൻ ആവാം. There are 4 types of sentences in English language: declarative and അല്ലെങ്കിൽ assertive sentences. Declarative sentences എന്ന് പറയുന്നത് they convey information. അത് they make assertive or negative affirmative or negative sentences. For example, this is my pen അല്ലെങ്കിൽ this is not my pen. Interrogative sentences എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ asking questions or asking for information. ഇങ്ങനെയുള്ള സെന്റൻസുകൾ they end with a question. For example, would you like a cup of tea? Imperative sentences എന്ന് പറയുന്നത് they are used to issue orders, give instructions, make requests or give advice. For example, give me your pen, open the door, please buy me a cake. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത് they are used to express strong feelings or emotions. ഈ സെന്റൻസസ് എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യു ആർ സോ പ്രിട്ടി. നെക്സ്റ്റ്, എങ്ങനെയാണ് പാരഗ്രാഫ്സ് എഴുതുന്നത്? പാരഗ്രാഫ്സ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് എ ഫ്യൂ സെന്റൻസസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐഡിയ ഓർ ടോപ്പിക്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ് എന്ന് പറയുന്നത് it would be tuned to the topic of the entire text of document. ഇപ്പോൾ ഒരു വെൽ റിട്ടൺ പാരഗ്രാഫിൽ എല്ലാ സെന്റൻസസും they will be connected to each other. ഈ sentences they follow the topic statement and they should substantiate the topic.
The last paragraph of an article എന്ന് പറയുന്നത് it should sum up the whole idea of the content. Topic sentence എന്ന് പറയുന്നത് it comes at the very beginning. പിന്നെ conclusion എന്ന് പറയുന്നത് it comes at the last. പിന്നെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് it should be comprehended completely in isolation. ഒറ്റയ്ക്ക് എടുത്താലും അതിന്റെ ഐഡിയാസ് ഫുള്ള് മനസ്സിലാക്കാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ തന്നെ പാരഗ്രാഫിലെ സെന്റൻസസിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെന്റൻസസ് നാച്ചുറലി വേറെ സെന്റൻസിലേക്ക് ലീഡ് ചെയ്യണം. ഒരു സെന്റൻസ് ഇൻകറക്റ്റ് ആണെങ്കിൽ ഹോൾ പാരഗ്രാഫ് ഇൻഇഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ റോങ് ആവും. പിന്നെ പാർട്സ് ഓഫ് എ പാരഗ്രാഫ്. ഇവിടെ ഈ മെത്തേഡ്സ് ഒക്കെയാണ്, ഇതൊക്കെയാണ് പാർട്സ് ഓഫ് എ പാരഗ്രാഫ്. ടോപ്പിക് സെന്റൻസ് ആണ് ഫസ്റ്റ്. അത് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് ആണ്, മെയിൻ ഐഡിയ ആണ്. പിന്നെ അതേപോലെ തന്നെ ആ പാരഗ്രാഫ് എന്ത് പറയുന്നു എന്നാണ് ആ സെന്റൻസ് പറയുന്നത്. പിന്നെ സപ്പോർട്ടിംഗ് സെന്റൻസ് എന്ന് പറയുന്നത് ടോപ്പിക് ഐഡിയയെ ഡെവലപ്പ് ചെയ്യുന്നു. ടോപ്പിക് സെന്റൻസിൽ പറയുന്ന മെയിൻ ഐഡിയയെ ഡെവലപ്പ് ചെയ്യുന്നു. അത് കൂടുതൽ ഇൻഫർമേഷൻ ആ ടോപ്പിക്കിനെ പറ്റി കൊടുക്കുന്നു. പിന്നെ ആ പാരഗ്രാഫിനെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ they give more data through examples, charts and diagrams. പിന്നെ കൺക്ലൂഡിംഗ് സെന്റൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദി പാരഗ്രാഫ്. അത് ടോപ്പിക് സെന്റൻസിനെ റീസ്റ്റേറ്റ് ചെയ്യുന്നു, അതേപോലെ മെയിൻ പോയിന്റിനെ സമ്മറൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് കൾച്ചറൽ അവയർനെസ്. അമേരിക്കൻ കൾച്ചറിൽ ഇറ്റ് ഇസ് ആക്സെപ്റ്റബിൾ ടു ഗിവ് ഫ്ലവേഴ്സ് ടു ദ ഹോസ്റ്റസ് ഫോർ ഡിന്നർ പാർട്ടി. അപ്പൊ ഈ ഒരു കസ്റ്റം പക്ഷെ വേറെ കൺട്രീസിൽ ആക്സെപ്റ്റബിൾ ആവണമെന്ന് ഇല്ല. നമ്മുടെ സോഷ്യൽ സറൗണ്ടിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സോഷ്യൽ സറൗണ്ടിങ്സ് ബിക്കോസ് ഇറ്റ് ഡെവലപ്സ് അവർ കൾച്ചർ. അത് പ്ലേസ് ടു പ്ലേസ് ഡിഫർ ചെയ്യും. പിന്നെ ഇൻ അഡീഷൻ ടു ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഒരു സ്കില്ലും കൂടെ ആഡ് ചെയ്യാം, കൾച്ചറൽ അവയർനെസ്. കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. കൾച്ചറിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. കൾച്ചർ ഇസ് എ വെരി ഫ്ലൂയിഡ് തിങ്. വൊക്കാബുലറിയും ഗ്രാമറും കോൺക്രീറ്റ് ആണെങ്കിൽ കൾച്ചർ ഇസ് എ വെരി ഫ്ലൂയിഡ് തിങ്. അപ്പോൾ കൾച്ചർ ആസ് എ ഫിഫ്ത്ത് സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെസ്സസ് ദ ലേണേഴ്സ് എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി അക്സെപ്റ്റ് cultural relativity. അപ്പൊ കൾച്ചറൽ അവയർനെസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഫോളോയിങ് എബിലിറ്റീസ്. അപ്പോൾ കൾച്ചറൽ ഡിഫറൻസസിനെ പെർസീവ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനുമുള്ള എബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. പിന്നെ അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യാനും വാല്യൂ ചെയ്യാനുള്ള, കൾച്ചറൽ ഡിഫറൻസസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും വാല്യൂ ചെയ്യാനുമുള്ള എബിലിറ്റി. Now let's talk about bilingualism. Bilingualism എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓബിയസ്ലി പഠിക്കുന്നത് നമ്മുടെ മദർ ടങ് ആണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ the use of two language in teaching, especially to foster learning in students, അത് ബൈലിംഗ്വൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ it refers to our ability to speak two languages. It's acquired early by children in the regions where adults speak two languages. ഇപ്പോൾ ഒരു മലയാളി ഹൗസ് ഹോൾഡിൽ കുട്ടികൾ മലയാളം ഇംഗ്ലീഷും പറയാൻ പഠിക്കുന്നത് പോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പറയാനുള്ള, അതായത് 2 or more ലാംഗ്വേജസിൽ പറയാനുള്ള എബിലിറ്റിയെ നമ്മൾ മൾട്ടിലിംഗ്വലിസം എന്ന് വിളിക്കുന്നു. ബൈലിംഗ്വൽ എഡ്യൂക്കേഷന് ആർഗ്യൂ ചെയ്യുന്നവർ പറയുന്നൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലേണിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഇറ്റ് മേക്സ് ദം ഫീൽ ഇന്റഗ്രേറ്റഡ്. പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബൈലിംഗ്വൽ ഓർ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സിംപ്ലി ഒരു ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നതല്ല. അത് രണ്ട് ലാംഗ്വേജസ് തമ്മിലൊരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് ആണ്. It allows us to experience different cultural phenomena. പിന്നെ സ്കിൽഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ആവശ്യമാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ. പിന്നെ ട്രാൻസ്ലേറ്റേഴ്സിന് രണ്ട് ലാംഗ്വേജിലും നല്ല തറോ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്.
പിന്നെ അതേപോലെ തന്നെ they need an understanding of the culture of the source language and the target language. അപ്പൊ അവർക്ക് എന്താ പറയാ മോർ വേർഡ്സ് യൂസ് ചെയ്യാം, വേർഡിങ് ചേഞ്ച് ചെയ്യാം, പക്ഷെ they should stick to the meaning of the original. പിന്നെ ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജിക്കൽ ഏജിൽ നമ്മൾ ടെക്നോളജിയെ ആശ്രയിക്കും അല്ലെ ടു സോൾവ് അവർ ലാംഗ്വേജ് പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് കൾച്ചർ, സൊസൈറ്റി ആൻഡ് ബിലീഫ്സ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. തൗസൻഡ്സ് ഓഫ് കൾച്ചേഴ്സ് ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാംഗ്വേജസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പീപ്പിൾ അവരുടെ ഇമോഷൻസും തോട്ട്സും ഫീലിങ്സും എല്ലാം ഇഫക്റ്റീവ്ലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നേറ്റീവ് ലാംഗ്വേജിലൂടെയാണ്. മറ്റു ലാംഗ്വേജസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റ് ലാംഗ്വേജസ് അറിഞ്ഞാലും യുവർ മദർ ടങ് always remains a strong vehicle to express your emotions. So now quickly let's recap. There are 4 basic skills of communication: listening, reading, speaking and writing. Listening എന്ന് പറയുന്നതിൽ ആക്റ്റീവ് ലിസ്ണിംഗ് ഉണ്ട്, പാസീവ് ലിസ്ണിംഗ് ഉണ്ട്. സ്പീക്കിംഗ് എന്ന് പറയുന്നതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഉണ്ട്. റീഡിംഗ് എന്ന് പറയുന്നത് സ്കിമ്മിംഗ് ആൻഡ് സ്കാനിംഗ്. Now the different stages of writing are pre-writing, drafting, revising, editing and publishing. പിന്നെ cultural awareness is very important in communication. Bilingualism എന്ന് പറയുന്നത് is the ability to speak 2 languages. Multilingualism എന്ന് പറയുന്നത് is the ability to speak more than 2 languages. Now let's look at the objective questions. What are the 4 basic skills for communication? Listening, speaking, reading and writing. What is a quick reading to get the essence called skimming? What is the 5th skill necessary for communication? Cultural awareness. പിന്നെ എന്താണ് നമ്മൾ ലാംഗ്വേജ് കൂടുതൽ ലാംഗ്വേജ് സംസാരിക്കാനുള്ള എബിലിറ്റിയെ വിളിക്കുന്നത്? മൾട്ടിലിംഗ്വലിസം. പിന്നെ റൈറ്റിംഗിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക? പ്രീ റൈറ്റിംഗ്. പിന്നെ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫോർമൽ റിക്വസ്റ്റ്. ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ് ലെൻഡ് മീ യുവർ ബുക്ക്. പിന്നെ അവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ടോം, ഹേ വാട്സ്ആപ്പ്. ജോൺ, ഐ എം ഡോഗ് ടയർഡ്. അവിടെ വാട്സ്ആപ്പ്, ഡോഗ് ടയർഡ് തമ്മിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് ആൻ ഇൻഫോർമൽ conversation. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട്സ് എ ടൈപ്പ് ഓഫ് ലിസ്ണിംഗ് ദാറ്റ് നീഡ്സ് വോളണ്ടിയറി എഫേർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ദ ലിസണർ കോൾ ആക്റ്റീവ് ലിസ്ണിംഗ്. പിന്നെ എന്താണ് റൈറ്റിംഗിന്റെ ഫൈനൽ സ്റ്റേജ്? പബ്ലിഷിംഗ്. പിന്നെ നെയിം ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ ടെക്സ്റ്റ് ഫ്രം എ സോഴ്സ് ലാംഗ്വേജ് ടു എ ടാർഗറ്റ് ലാംഗ്വേജ്? ട്രാൻസ്ലേഷൻ. So that's it for today. Thank you for listening.